വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഒരുപാട് നാളത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. ഇതൊരു എക്സൽ സൈസിലുള്ള മാക്സിയുടെ കട്ടിങ്ങാണ് കാണിക്കുന്നത്. മെഷർമെൻറ്റും കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കൊടുക്കുന്നുണ്ട്. ഇതിൽ ചെസ്റ്റ് 46, വേസ്റ്റ് 42, ഹിപ്പ് 50 ഇഞ്ച് ആ ഒരു അളവിലാണ്. അതുപോലെ ലെങ്ത്തിൻ്റെ സൈസ് 51 ഇഞ്ചിലാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഇതേ അളവിലുള്ളവർക്ക് ഇത് നോക്കിയിട്ട് കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കൂ. അപ്പോൾ ഇനി സ്ലീവാണ് കട്ട് ചെയ്യാനുള്ളത്. സ്ലീവിന് ഒരു 12 ഇഞ്ച് ലെങ്ത്തിൽ ഓൾറെഡി സൈഡിൽ നിന്ന് കിട്ടും. കാരണം ഇത് 44 ഇഞ്ച് വിഡ്ത്തുള്ള മെറ്റീരിയലാണ്. അപ്പോൾ നമുക്ക് ഒരു പീസ് വെച്ച് കൊടുത്താൽ തന്നെ 3/4 സ്ലീവിന് ഒരു 15 ഇഞ്ച് ലെങ്ത്തിലൊക്കെ കിട്ടും കേട്ടോ. അതായത് തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ട് തന്നെ 15 ഇഞ്ച് ഇറക്കത്തിൽ നമുക്ക് കിട്ടും. അതുപോലെ ബാക്കി എല്ലാ മെഷർമെൻറ്റും ഓരോരുത്തരുടെ കൈയുടെ വണ്ണത്തിനും ലെങ്ത്തിനും അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അതേപോലെ നോക്കിയിട്ട് കട്ട് ചെയ്യാം കേട്ടോ. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സിബ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. 10 ഇഞ്ച് ലെങ്ത്തും 2.5 ഇഞ്ച് വീതിയിലാണ് സിബ് അറ്റാച്ച് ചെയ്യാനുള്ള പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഇതേ അളവിൽ തന്നെ എല്ലാവർക്കും ഒരേ അളവിൽ തന്നെ ഈ ഒരു പട്ടി കട്ട് ചെയ്തെടുക്കേണ്ടത്. അതുപോലെ ഇനി ക്യാൻവാസിലാണ് നെക്ക് കട്ട് ചെയ്യുന്നത്. നെക്കിന് തന്നെ ഔട്ടർ നെക്കാണ് കൊടുക്കുന്നത്. ഉള്ളിലേക്ക് മറിച്ചടിക്കുന്നതല്ല, നമ്മൾ റോങ് സൈഡിൽ വെച്ച് അടിച്ചിട്ടാണ് നമ്മൾ ഔട്ടർ നെക്ക് എന്ന് പറയുമ്പോൾ ചെയ്തെടുക്കുക. അതായത് റോങ് സൈഡിൽ വെച്ച് അടിച്ചിട്ട് നല്ല വശത്തേക്ക് മറിച്ച് അത് പതിച്ചടിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പോൾ ഞാനൊരു 1.5 ഇഞ്ച് വീതിയിലാണ് ഇതെടുക്കുന്നത്. അതായത് പുറം ഭാഗത്തേക്കുള്ള ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതല്ലാത്തപ്പോൾ നമ്മൾ 1 ഇഞ്ചാണ് വിട്ട് കൊടുക്കാറുള്ളൂ ക്യാൻവാസിലാണെങ്കിലും നമ്മൾ തുണിയിൽ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിലും. അപ്പോൾ ഇതുപോലൊരു ഡിസൈനാണ് ഞാൻ കൊടുക്കുന്നത്. ബാക്കിയെല്ലാം ഉള്ളിലത്തെ കട്ടിങ് എല്ലാം നമ്മുടെ സാധാരണത്തെ മെഷർമെൻറ്റിന് എടുക്കേണ്ടത്. ഇപ്പോൾ 6 ഇഞ്ച് നെക്കാണെങ്കിൽ അപ്പോൾ നമ്മൾ 6 ഇഞ്ച് ഫുള്ളായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അതിലൊരു 1/4 ഇഞ്ച് വിട്ടിട്ട് എടുക്കുക. അതായത് ഇപ്പോൾ 3ആണ് 6 ഇഞ്ചിൻ്റെ പകുതി. അപ്പോൾ നമ്മൾ 3-ൽ 2.25 ആക്കിയിട്ട് എടുക്കുക. ഞാൻ അങ്ങനെയാണ് കൊടുക്കാറ്. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾക്ക് കറക്റ്റ് അളവിൽ തന്നെ തയ്ച്ച് വരുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതൊരു ടിപ്പാണ്. അങ്ങനെ എല്ലാവരും പറഞ്ഞു തരുന്നില്ല. അപ്പോൾ നമ്മൾ
പറഞ്ഞു തന്നത് നിങ്ങൾക്ക് ഉപകാരമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു. വീണ്ടും പറയാണ്, ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു.